പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. മാതാപിതാക്കളും സോദരർ ബന്ധുക്കൾ ആരുവെടിഞ്ഞിടിലും അനാഥനായി നിന്നെ കൈവിടുകില്ലെന്ന് അരുളിയോൻ കൂടെയുണ്ട്. അനാഥനായി നിന്നെ കൈവിടുകില്ലെന്ന് അരുളിയോൻ കൂടെയുണ്ട്. ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിലത് യാഹല്ലാതാരുമില്ല. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. കഷ്ടങ്ങളേറുമ്പോൾ ആവശ്യങ്ങൾ ഏറിലും സഹായിപ്പാനായി സ്വർലോകനാഥന്റെ കരങ്ങൾ കുറുകിട്ടില്ല. സഹായിപ്പാനായി സ്വർലോകനാഥന്റെ കരങ്ങൾ കുറുകിട്ടില്ല. ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിലത് യാഹല്ലാതാരുമില്ല. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടും. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയും, ദൈവത്തെ അറിയും. ഇന്നു മുതൽ ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും. നാലാമത്തേത്, ഇന്നു മുതൽ ലൂക്കോസിന് ശേഷം 1-ാം അധ്യായം 48-ാം വാക്യം വായിക്കാം. ലൂക്കോസ് 1:48. അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. മാതാവ് പറയുകയാണ്, പാടുകയാണ്. സുന്ദരമായൊരു ഗാനമാണ് പാടുന്നത്. കന്യമാതാവ് പാടുന്നു, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. എല്ലാവരും എന്നെ ഇന്ന് കണക്കാക്കുന്നത് എന്നെ ഒരു മോശം സംഭവിച്ച സ്ത്രീയായിട്ടാണ്. വിവാഹം ആലോചിക്കുന്നേ ഉള്ളൂ, അല്ല വിവാഹം കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോഴുണ്ട് സ്ത്രീ ഗർഭിണിയായി. കന്യത ഗർഭിണിയായിരിക്കുന്നു. ഇതിൽ പരം നാണക്കേട് വരുന്നുണ്ട്. എന്നാൽ ഇന്നു മുതൽ തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. കൂട്ടായ്മ തേടി ഞാൻ ഇങ്ങോട്ട് മലനാട്ടിലേക്ക് പോന്നു. എലിസബത്ത്, സെഖരിയ പുരോഹിതൻ്റെ ഭാര്യ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസമെന്ന് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകൃപയാൽ അങ്ങനെ ഗർഭിണിയായി തീർന്ന എലിസബത്തിൻ്റെ അടുക്കലേക്ക് കന്യമാതാവ് ഓടിപ്പോവുകയാണ്. നാട്ടിൽ നിൽക്കാൻ നിർവാഹമില്ല. അങ്ങനെ സകലരും ആക്ഷേപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശരിയാണ്. ക്രിസ്തു നമ്മുടെ അകത്ത് വന്നാൽ ആക്ഷേപം ഉണ്ടാകും. ക്രിസ്തു നമ്മുടെ അകത്ത് വന്നാൽ പലരും പരിഹസിക്കും. ക്രിസ്തു നമ്മുടെ അകത്ത് വന്നാൽ പലരും പുച്ഛിക്കും. ക്രിസ്തു നമ്മുടെ അകത്ത് വന്നാൽ പലരും പരിഹസിക്കുക മാത്രമല്ല, നിങ്ങളെക്കൊണ്ട് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് പരത്തും. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ പരിഹാസങ്ങളെല്ലാം ഉണ്ടാകും, സ്വാഭാവികമാണ്. എന്നാൽ ഇന്ന് കന്യമാതാവ് പറയുകയാണ്, ഇന്നു മുതൽ തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. തലമുറകളിലേക്ക് നിലനിൽക്കുന്ന സൗഭാഗ്യമാണ് എനിക്ക് കിട്ടുന്നത്. ആരും ഉയർത്തപ്പെട്ടിട്ടില്ല ഇതുപോൽ. അതിനാൽ സ്പഷ്ടം, മറിയാമയെപ്പോലാരും താഴ്ത്തപ്പെട്ടിട്ടില്ല.
ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് അകത്ത് വന്നാൽ ആര് കളിയാക്കിയാലെന്ത്, ആര് പരിഹസിച്ചാലെന്ത്? ദൈവത്തിന് സ്തോത്രം. ഞാൻ UK ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ, അവിടെ യോർക്കിലാണെന്ന് എനിക്ക് തോന്നുന്നു, കൃത്യം ഓർമ്മയില്ല. ഒരാളിൻ്റെ അടുക്കൽ വന്നു, സാറ് എന്നെ ഓർക്കുമോ? ഞാൻ പറഞ്ഞു, ഈ ഓർക്കുന്നില്ലല്ലോ, സാറ് എന്നെ അവിടെ ഡിഗ്രിക്ക് പഠിപ്പിച്ചതാണ് കോലഞ്ചേരി കോളേജിൽ. ആണോ? ഞാൻ മറന്നുപോയി കേട്ടോ. അല്ല സാറേ, ഞാൻ സാറിൻ്റെ ഒരു എഴുത്തയക്കാൻ ഇരിക്കുകയായിരുന്നു. എനിക്ക് ഇപ്പോൾ കഠിനമായ പശ്ചാത്താപമുണ്ട്. ഞാൻ സാറിനെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, സാറിനെ പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ സാറിനെ ബഹുമാനമായിരുന്നു. ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ആർക്കും സാറിനോട് പുച്ഛമുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു രസത്തിന് വേണ്ടി ഞങ്ങൾ കൂട്ടുകൂടിയപ്പോഴും കളിയാക്കിയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ നീ പേടിക്കണ്ട, ഞാനതൊന്നും ഗവനിച്ചിട്ടേ ഇല്ല, എൻ്റെ ഹൃദയത്തിൽ തട്ടിയിട്ടുമില്ല, ഭാരമില്ല, എനിക്കൊരു പ്രയാസമില്ല. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ യേശുക്രിസ്തു കടന്നു വന്നാൽ നമുക്ക് ആക്ഷേപങ്ങളുണ്ടാകും, പ്രതിബന്ധങ്ങളുണ്ടാകും, നമ്മെ തിരസ്കരിക്കും, സൈറ്റ് ചെയ്യും, നമ്മെ മാറ്റി നിർത്തും, പലതരത്തിലുള്ളതായ കുറ്റാരോപണങ്ങൾ നമ്മുടെ മേൽ പതഞ്ഞുയർന്നു വരും, നമുക്ക് അനേകം പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. ശരിയാണ്. പക്ഷേ തലമുറകൾ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. കന്യാമാതാവ് പറഞ്ഞു, ക്രിസ്തു അകത്ത് വന്നു, തലമുറകൾ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്ന ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് മാതാവ് ഉയർത്തപ്പെട്ടു. വീണ്ടും നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. സ്വർഗത്തിലെ ശബ്ദം ഭൂമിയിൽ മുഴങ്ങി കേട്ടു, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം മുഴങ്ങിക്കേട്ടത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. കർത്താവിൽ മരിക്കുന്നവർ അവരുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ഒരു വിശ്രമദേശത്തേക്ക് അവർ പോവുകയാണ്. കർത്താവിൽ മരിച്ചാൽ വിശ്രമദേശത്തേക്ക് പോകുന്നു. അല്ലലില്ല, അലട്ടലില്ല, ആകുലമില്ല, വേദനയില്ല, രോഗമില്ല, ഏതെങ്കിലും അവയവ ഭംഗമില്ല, ഒന്നുമില്ല, ദേശത്തേക്ക് ഇതാ പോകുന്നു. വിശുദ്ധിയുടെ ദേശം, വിശുദ്ധന്മാർക്ക് വേണ്ടി കരുതിയിരിക്കുന്നതായ അതിസുന്ദരമായ മനോഹര ദേശം, അതാണ് സ്വർഗരാജ്യം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കിഴവ് കഥ കേൾക്കുകയല്ല, നിങ്ങൾ ഊഹാപോഹം കേൾക്കുകയല്ല. സത്യമാണ് ഈ പറയുന്നത്. മരണമുണ്ട്, ഞാനും മരിക്കും, നിങ്ങളും മരിക്കും, സംശയമില്ല. എന്നാൽ ഒരു ദിവസം നാം മരണത്തിന് അപ്പുറത്തെ ലോകത്തേക്ക് കടന്നു ചെല്ലും. ഒരു കർട്ടനാണ് മരണം എന്നത്, കർട്ടൻ മാത്രമാണ്. ആ കർട്ടൻ്റെ അപ്പുറത്തേക്ക് ചെന്നാൽ അനന്തമായ അന്തമില്ലാത്ത നിത്യതയാണ് കാണുന്നത്. നിത്യത, അനന്തമായ നിത്യത. ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല. സാധു സുന്ദര സിംഗ് ഒരു കഥ പറഞ്ഞിട്ടുണ്ട്, ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരു കോഴി മുട്ടയുടെ മേൽ അടയിരിക്കുകയാണ്. കോഴിക്കുഞ്ഞ് അകത്ത് രൂപം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. തള്ളക്കോഴി പറഞ്ഞു, കുഞ്ഞെ, നിനക്കൊരു കാര്യം അറിയാമോ? നീ ഇപ്പോൾ ജീവിക്കുന്ന ഒരു കുടിസ് മുറിക്കകത്താണ്, അതല്ല നിൻ്റെ ലോകം. അമ്മ വെറുതെ പറയുകയാണ്, എന്നെ വ്യാമോഹിപ്പിക്കാൻ പറയുകയാണ്. അല്ല കുഞ്ഞെ, നീ മനസ്സിലാക്ക്, ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്. ഞാൻ ആ ലോകത്ത് ഇരുന്നു കൊണ്ടാണ് എന്നോട് പറയുന്നത്. ആ ലോകത്ത് ഇരുന്നു കൊണ്ടാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. നീ ഇപ്പോൾ ഇരിക്കുന്ന ഈ മുട്ടത്തോടിനകത്ത് നീ ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ തോട് പൊട്ടും. ഒന്നുമില്ല, അമ്മ വെറുതെ പറയുന്നതാണ്. അല്ല കുഞ്ഞെ, ഈ തോട് പൊട്ടും, ഈ മുട്ടയുടെ തൊണ്ട് പൊട്ടും. നീ പുറത്തു വരും, അപ്പോൾ നീ ഒരു പുതിയ ലോകം കാണും. അവിടെ നിനക്ക് പറക്കാനുള്ള ചിറകുണ്ടാകും. അവിടെ നിനക്ക് ഭക്ഷിക്കാനുള്ള ആഹാരം, അവിടെ കൊത്തി തിന്നാനുള്ള ആഹാരം അവിടെ ഉണ്ടാകും. നീ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, നോക്കിയാൽ നോക്കത്താത്ത ഒരു ഭൂമിയിലേക്ക് നീ വരും. എത്ര പറഞ്ഞിട്ടും ഈ കുഞ്ഞു കോഴിക്ക് മനസ്സിലാകുന്നില്ല, അത് മുട്ടത്തോടിനകത്താണ്. ഇതുപോലെയാണ് മനുഷ്യരെല്ലാം. നമുക്കിന്ന് മനസ്സിലാകുന്നില്ല. മരണത്തിന് ശേഷം ഒരു നിത്യതയുണ്ട് എന്നുള്ളത് പലർക്കും മനസ്സിലാകുന്നില്ല, പലർക്കും ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നതിന് ഞാൻ പറയുന്നുള്ളൂ, വിശ്വസിക്കൂ. മരണശേഷം ഒരു നിത്യതയുണ്ട്. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഇബ്രാഹിം ലേഖനം 9-28 വാക്യം വായിക്കാം. ഒരിക്കൽ മരണമുണ്ട്, പിന്നെ ന്യായവിധിയുണ്ട്. വേദപുസ്തകം പറയുകയാണ്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. യേശു ക്രിസ്തു വീണ്ടും വരും, രണ്ടാമത് പ്രത്യക്ഷനാകും. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പ്രത്യക്ഷനാകും. മരണമാകുന്ന തിരശ്ശീലേക്ക് അപ്പുറത്തേക്ക് പോയി നിത്യതയിലേക്ക് കടന്നു.
പക്ഷേ ആരെല്ലാമാണോ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് ക്രിസ്തുവിനെ വിശ്വസിച്ചത്, ആരെല്ലാമാണോ ക്രിസ്തുവിനെ കൈക്കൊണ്ടത്, ആരെല്ലാമാണ് ക്രിസ്തു വിഭാവനം ചെയ്തതുപോലത്തെ വഴിയിൽ കൂടി നടന്നത്, ക്രിസ്തു കാണിച്ചെന്ന മാർഗത്തിൽ കൂടെ വിശുദ്ധിയുടെയും സത്യത്തിൻ്റെയും പാതയിൽ കൂടി ആരെല്ലാം നടന്നിട്ടുണ്ടോ അവർക്ക് നിത്യ സ്വർഗത്തിൻ്റെ അവകാശം കിട്ടും. അത് നിയമിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഒരു ന്യായവിധി ഉണ്ടാകും. ഒരിക്കൽ മരണം, പിന്നെ ഒരു ന്യായവിധി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. നാം എല്ലാവരും ന്യായവിധിയെ നേരിടേണ്ടി വരും. നാം എല്ലാവരും. പ്രിയപ്പെട്ടവരെ, സത്യം, ഞാനും അതെ, നിങ്ങളും അതെ. 2 കൊരിന്ത്യർ ലേഖനം 5-9 വാക്യം വായിക്കുമ്പോൾ കാണാം, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. കമോൺ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ന്യായാസനമുണ്ട്, ന്യായാസനത്തിൽ ക്രിസ്തു ഇരിക്കുന്നുണ്ട്. ക്രിസ്തുവിന് മുമ്പാകെ ചെന്ന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഒരു സംശയവുമില്ല, കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നിസ്സാര വാക്ക്. ഒരാളെ പുച്ഛിച്ച് പറഞ്ഞു, ഒരാളെ തരതാഴ്ത്തി പറഞ്ഞു, ഒരാളെ വിലകെട്ടെന്ന് പറഞ്ഞു, ഒരു മാനം കൊടുക്കേണ്ടത് മാനം കൊടുത്തില്ല. പ്രിയപ്പെട്ടവരെ, ഏത് നിസ്സാര വാക്കിനും, ചിലപ്പോൾ ഒരു ചീത്ത വാക്കായിരിക്കാം, ചിലപ്പോൾ തമാശന് വേണ്ടി ഒരു അശുദ്ധ വാക്കായിരിക്കും പറഞ്ഞത്. മനുഷ്യ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ന്യായവിധി ദിവസമുണ്ട്. ന്യായവിധി ദിവസം ഉള്ളതുകൊണ്ടാണ് സഭയുടെ പിതാക്കന്മാർ പാടിയത്, നീതിയിൽ വിധി ചെയ്യുന്ന ന്യായാധിപതിയെ നീ ഏറ്റരുതേ, വിധിയിൽ കടമോർത്തിയിടരുതേ. നീതിയിൽ വിധി ചെയ്യും ന്യായാധിപതി നീ ഏറ്റരുതേ, വിധിയിൽ കടമോർത്തിയിടരുതേ. ബലഹീനത നീക്കി തുണ ചെയ്യുക നാഥ, രാപ്പകലടിയങ്ങൾ കാശ്രയമങ്ങല്ലോ. നീയോടെ വിധിക്കുന്ന ന്യായാധിപതിയുണ്ട്. കർത്താവേ, എൻ്റെ കടം ഓർക്കല്ലേ, എൻ്റെ കടച്ചീട്ട് കീറിക്കളയണമേ, ഇന്ന് എൻ്റെ കടങ്ങളെല്ലാം മായ്ച്ചു കളയണമേ, എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു തരണമേ. നീ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാൻ ന്യായവിസ്താര ദിവസത്തിൽ ഞാൻ പുറന്തള്ളപ്പെട്ടു പോകുമല്ലോ. ക്രിസ്തുവിനെ ഈ ലോകത്ത് വെച്ച് സ്വീകരിക്കാത്തവർ നരകത്തിലേക്ക് തള്ളപ്പെട്ടു പോകും, ഭീകരാഗ്നിയിലേക്ക് തള്ളപ്പെട്ടു പോകും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അവിടെ വേദനയുടെ കരച്ചിലും നിരാശയുടെ പല്ലുകടിയും, നിരാശയും വേദനയും തന്നെ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കൂ, ഒരു ന്യായവിധിയുണ്ട്. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം വായിക്കാം. 1 പത്രോസ് 1:17. ന്യായവിധിയുണ്ട്. മുഖപക്ഷമില്ലാതെ ന്യായം വിധിക്കും. യാതൊരു മുഖപക്ഷവുമില്ല. ആരോട് മുഖപക്ഷമില്ല. അത് എന്നെ പേടിപ്പിക്കുന്നൊരു വാക്കാണത്. മുഖപക്ഷമില്ല. കാരണം ഞാൻ സുവിശേഷം പ്രസംഗിച്ചു പറഞ്ഞിട്ട് പ്രയോജനമില്ല. ഞാൻ അതനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ ഞാനും ഔട്ടാണ്, ഞാനും പുറത്താണ്. ഞാൻ എൻ്റെ പറയുന്ന വാക്കുകൾക്കനുസരിച്ച് ഞാൻ ജീവിച്ചില്ലെങ്കിൽ ഞാനും പുറത്ത് നിൽക്കേണ്ടി വരും. വഹിക്കൂ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. ഈ ലോകജീവിതത്തിൽ നാം ഭയപ്പെട്ട് ജീവിക്കേണ്ടിയിരിക്കുന്നു. പാപം വരരുത്. മുഖപക്ഷമില്ലാത്ത ന്യായവിധി വരാൻ പോകുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. പ്രിയപ്പെട്ടവരെ, കേൾക്കൂ. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടല്ലോ, നല്ലത്. ദൈവത്തിന് സ്തോത്രം. പറയാൻ എനിക്ക് അനേകം കാര്യങ്ങൾ മനസ്സിലേക്ക് പൊന്തി വരുന്നു. ന്യായവിസ്താര ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് ഇന്ന് ഇവിടെ വെച്ച് നാം ഒരുങ്ങണം. മരിക്കുന്നതിന് മുൻപ് നാം ഒരുങ്ങണം. മരിച്ചതിന് ശേഷം ഇനി ഒരുങ്ങാൻ നേരമില്ല, സാധ്യമല്ല. മരിച്ചതിന് ശേഷം ഒരുങ്ങാൻ സാധ്യമല്ലെന്ന് വേദപുസ്തകം പറയുന്നു, പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. മൂക്കിൽ ജീവശ്വാസമുള്ള കാലത്ത് നാം ഒരുങ്ങേണ്ടിയിരിക്കുന്നു. നമുക്ക് ഈ ഭൂമിയിൽ ആയുസ്സുള്ള കാലത്ത് നാം വിശുദ്ധരാകേണ്ടിയിരിക്കുന്നു. നമ്മുടെ പാപങ്ങളെ നാം ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. എല്ലാം മാറി മറിഞ്ഞു പോവില്ലേ? ഇല്ലേ പ്രിയപ്പെട്ടവർ? നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അങ്ങേറ്റം വന്നാൽ ശവക്കുഴിയുടെ അല്ലെങ്കിൽ കല്ലറയുടെ അരികത്ത് വരെ വരാം. അവിടെ നിന്നുകൊണ്ട് കരയാം, അവിടെ നിന്നുകൊണ്ട് കണ്ണുനീര് തുടയ്ക്കാം. പ്രിയപ്പെട്ട ഭാര്യ കണ്ണുനീര് തുടച്ചുകൊണ്ടാണ് നിൽക്കും. ഒരുപക്ഷേ വിറച്ച് വീഴാൻ നോക്കുമ്പോൾ ആരെങ്കിലും താങ്ങിയെന്ന് വരും. ഭർത്താവ് ഭാര്യ മരിച്ചതുകൊണ്ട് ദുഃഖിതനായി ചിറകൊടിഞ്ഞ പക്ഷിയെപ്പോലെ കേണുന്ന വേദനിച്ച് വിലപിക്കുന്നുണ്ടാകും. മക്കൾ അതിവേദനയോടെ അപ്പനോ അല്ല അമ്മയോ മരിച്ചു പോയപ്പോൾ ദുഃഖത്തോടെ വന്ന് കരയുന്നുണ്ടാകും. എല്ലാം മ്ലാനവദനങ്ങൾ, എല്ലാം വാടിയ മുഖങ്ങൾ.
അതിനപ്പുറത്തൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഒന്നും സഹായിക്കാൻ സാധിക്കുകയില്ല, ഒന്നും സാധിക്കുകയില്ല. വേദപുസ്തകം പറയുന്നു, തിമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, നാം ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. വായിക്കാം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. വ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം. ഉടുപ്പാനുണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇഹലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല. വെറും കൈയായിട്ട് വന്നു, വെറും കൈയായി പോകേണ്ടി വരും. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി 33-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. ഒട്ടേറെ നേടി, യൂറോപ്പ് മുഴുവൻ സ്വന്തമാക്കി, ഏഷ്യയിലേക്ക് വന്ന് നമ്മുടെ ഇന്ത്യയുടെ സിന്ധു നദീതടത്തിൽ എത്തിച്ചേർന്നു. പെട്ടെന്നാണ് അസുഖം വന്നത്. അദ്ദേഹം തിരികെ പോകാൻ തീരുമാനിച്ചു, ഗ്രീസിലേക്ക്, മാസിഡോണിയയിലേക്ക്. വഴിയിൽ നാട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തൻ്റെ സ്നേഹിതനോട് പറഞ്ഞു, നീ ഒരു ഉപകാരം ചെയ്യണം. ഒരു ഉപകാരം. എന്താണ് വേണ്ടത്? ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ശവമച്ചത്തിൻ്റെ 2 വശത്തും ഓരോ ദ്വാരം ഉണ്ടാക്കിയിരിക്കണം. എൻ്റെ കൈ രണ്ടും പുറത്തേക്ക് ഇട്ടിരിക്കണം. പ്രഭു, അങ്ങ് എന്താണ് ഉദ്ദേശിച്ചത് പറഞ്ഞ് മനസ്സിലായില്ലല്ലോ. നിനക്ക് മനസ്സിലായില്ലേ? എൻ്റെ കയ്യിൽ ഒന്നുമില്ലാതെയാണ് ഞാൻ പോകുന്നത്. ഞാനിവിടെ ലോകം വെട്ടിപ്പിടിച്ച മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയാണ്. പക്ഷേ ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല. നിത്യത്തിലേക്ക് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ലോകത്തെ വിളിച്ചറിയിക്കാൻ, ഒരു മൂകമായ സന്ദേശം കൊടുക്കാനാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നും കൊണ്ടുപോകില്ല. പദവി എവിടെ? പ്രതാപം എവിടെ? വലിയ ഐശ്വര്യം എവിടെ? ധനസമൃദ്ധി എവിടെ? നമ്മുടെ വലിയ വീടുകളെവിടെ? നമ്മുടെ സൗകര്യങ്ങളെവിടെ? നമ്മുടെ നല്ല വാഹനങ്ങളെവിടെ? എല്ലാം നമ്മുടെ ഔദ്യോഗിക പദവികൾ, ഔദ്യോഗിക സ്ഥാനമാനങ്ങളെവിടെ? എല്ലാം വിട്ടിട്ട് പോകണം. എല്ലാം ഒരിക്കൽ മരിക്കും. ദൈവത്തിന് സ്തോത്രം. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത്. വെളിപ്പാട് 14:13. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. നാം ഈ ഭൂമിയിൽ കടന്നുപോയി. നാം ഒന്നും കൊണ്ടുപോകുന്നില്ല. നാം പൈസ കൊണ്ടുപോകുന്നില്ല. എങ്ങോട്ട് കൊണ്ടുപോകാൻ? നമ്മുടെ കഴുത്തിൽ മാലയുണ്ടോ? അതും കൊണ്ടുപോകേണ്ട കാര്യമില്ല. എങ്ങോട്ട് കൊണ്ടുപോകാൻ? അതുപോലെ കള്ളന്മാരൊരു ശവക്കുഴി മാന്തി എടുത്തുനിന്ന് വരും. അതുകൊണ്ട് ആരും അതൊന്നും ചെയ്യില്ല. ആരും കഴുത്തിൽ മാലയിട്ടുകൊണ്ട് ശവശരീരം അടക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഒന്ന് കൊണ്ടുപോകും. നമ്മുടെ പ്രവൃത്തികൾ, നാം ചെയ്ത പ്രവൃത്തികൾ നമ്മുടെ പുറകെ വരും. അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരുന്നു. നാം വഴക്കടിച്ചത്, നാം പിരാകിയത്, നാം ശപിച്ചത്, നാം ഹൃദയത്തിൽ പാരുഷ്യം കരുതിയത്, ചിലരോട് വൈരാഗ്യം വെച്ചുകൊണ്ടിരുന്നത്, ചിലരോട് പക വെച്ചുകൊണ്ടിരുന്നത്, വീട്ടിൽ കലക്കം ഉണ്ടാക്കിയത്, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തത്, നാം കോളേജിൽ സമരം ഉണ്ടാക്കിയത്, നാം കോളേജ് ഹോസ്റ്റലിൽ റാഗ് ചെയ്ത് പാവപ്പെട്ടവരെ പീഡിപ്പിച്ചത്, എന്തെല്ലാം എത്രയെത്ര അനർത്ഥങ്ങളാണ് വന്നുകൂടിയത്. പ്രിയപ്പെട്ടവരെ, സ്വന്തം ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ചത്, ഭാര്യയോട് അവിശ്വസ്തത കാണിച്ചത്, അന്യപുരുഷനിലേക്ക് ആകർഷണം വന്ന് അങ്ങനെ സ്വന്തം ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ചത്, അന്യ സ്ത്രീയിലേക്ക് ആകർഷണം വന്ന് തെറ്റായ വഴിയിലൂടെ പോയത്, എന്തെല്ലാം. മദ്യപാനം ദുശ്ശീലങ്ങളേറെ, കഞ്ചാവ് ദുശ്ശീലങ്ങളേറെ. ഇല്ലേ പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കൂ. ഏതെല്ലാം തരത്തിലാണ് പോയത്? ഹാൻസ്, പാൻപരാഗ്, എന്തെല്ലാം ചീത്ത ശീലങ്ങളാണ് പഠിച്ചു വെച്ചത്. ഇതെല്ലാം നമ്മുടെ കണ്ണുകൊണ്ട് അരുതാത്ത ചിത്രങ്ങൾ കണ്ടു, അരുതാത്തത് കണ്ടു. ചില കാസറ്റുകളിൽ അരുതാത്തതായ പടങ്ങൾ നിങ്ങൾ കണ്ടു. അത് കാണാൻ വേണ്ടി നിങ്ങളുടെ വിലയേറിയ സമയം നഷ്ടപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഞാൻ കോളേജിൽ പ്രിൻസിപ്പലായിരുന്നപ്പോഴാണ് ഒരിക്കൽ എൻ്റെ കോളേജിലുണ്ടായിരുന്ന കെമിസ്ട്രിയിലെ അധ്യാപകൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു കുട്ടിയെക്കുറിച്ച് പറഞ്ഞു, സാറേ, അവനെ കൊണ്ട് ഞാൻ തോറ്റു, അവനെ പഠിപ്പിക്കാൻ പറ്റില്ല, ഇനി അവൻ ക്ലാസ്സിലുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കുകയില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ പറ്റിയത്? സാറേ, ഞാൻ ബോർഡിലേക്ക് തിരിഞ്ഞ് എന്തെങ്കിലും എഴുതുമ്പോൾ അവൻ ഒരു കാസറ്റ് ഇങ്ങനെ
ഡെസ്കിൻ്റെ അടിയിൽ കൂടി അങ്ങോട്ട് കൈമാറും. അടുത്തവൻ നോക്കി അവൻ പുഞ്ചിരിച്ച് ഞാൻ തിരിയുമ്പോഴേക്കും പെട്ടെന്ന് വിജയൊക്കെ മാറ്റി ഗൗരവത്തോടെ പഠിക്കുക എന്നുള്ള മട്ടിലിരിക്കും. പിന്നെ അത് അടുത്ത കളിലേക്ക് പോരും. സാറേ, ഒരു ക്ലാസ്സിൽ അധിക സമയവും ചില പിള്ളേർ ഇങ്ങനെ അവർ ചില ചീത്ത പുസ്തകങ്ങളും ചില ചീത്ത CD കാസറ്റ്സും പരസ്പരം പകർന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം നടക്കുന്ന കൂത്താട്ടങ്ങളാണ്. എല്ലാം തിന്മയുടെ വശങ്ങൾ മാത്രം. ഇതെല്ലാം പ്രവൃത്തി അവരെ പിന്തുടരുന്നു. ഇന്ന് പിള്ളേർക്ക് കളിയാണ്. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് തമാശയാണ്. മദ്യപിച്ച് കൂത്താടാൻ പേടിയില്ല. മദ്യപിച്ച് അധ്യാപകരെ ചീത്ത കളിക്കാൻ പേടിയില്ല. മദ്യപിച്ച് മാതാപിതാക്കളെ ധിക്കരിക്കാൻ പേടിയില്ല. മദ്യപിച്ച് ധിക്കാര പ്രവൃത്തി ചെയ്യാൻ പേടിയില്ല. ഇന്ന് കഞ്ചാവ് വലിച്ച് കിറങ്ങി നടക്കാൻ പേടിയില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കേൾക്കൂ പ്രിയപ്പെട്ടവരെ, എന്നാൽ നിങ്ങൾ സത്യമായ ഒരു സംഭവത്തിലേക്ക് നിങ്ങൾ വരാൻ പോകുന്നു. ന്യായവിധിയിലേക്ക് വരാൻ പോകുന്നു. പ്രവൃത്തി പിന്തുടർന്ന് വരികയാണ്. നിങ്ങൾ ചെയ്ത പ്രവൃത്തികൾ പിന്തുടർന്ന് വരുന്നു. ആരും അത് ചിന്തിക്കുന്നില്ല. പ്രവൃത്തി പിന്തുടരുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്നവർ തന്നെ ഭാഗ്യവാന്മാർ. കർത്താവിൽ മരിക്കുക, ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിൻ്റെ ശരണത്തിൽ മരിക്കുക. നിൻ ശരണയെ മൃതരാകുക, നിൻ്റെ ശരണത്തിൽ മരിക്കുക. കർത്താവെ, നിന്നിലുള്ള ആശാബന്ധത്തോടുകൂടെ മരിക്കണം. കർത്താവെ, നിന്നുള്ള ആശാബന്ധത്തോടുകൂടെ നിൻ്റെ ശരണത്തിൽ മരിക്കണം. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരെ നിൻ ജീവസ്വരം അത് ഉണർത്തണമേ കവറയുന്ന ഉദ്യാനത്തിനായി സ്വർഗീയ പ്രദേശയിലേക്ക് അവരെ ഉയർത്തെഴുന്നേൽക്കാനിടയാകണം. എങ്ങനെ? നിന്നിൽ ശരണപ്പെട്ട് മരിച്ചു പോകുന്നവർ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ഇന്ന് മരിച്ചാൽ ക്രിസ്തുവിൻ്റെ ശരണത്തിലാണോ? നിങ്ങൾ ചിന്തിക്കൂ. ക്രിസ്തുവിൻ്റെ ബന്ധത്തിലാണോ ഞാനിന്ന്? ക്രിസ്തുവിനുള്ള ഇൻറ്റിമസി എനിക്കുണ്ടോ? ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ ഉള്ളിൽ വാഴുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ ഹിതപ്രകാരമാണോ ഞാൻ ജീവിക്കുന്നത്? യേശു ക്രിസ്തു കാണിച്ചത് മാർഗ്ഗത്തിൽ കൂടിയാണോ ജീവിക്കുന്നത്? ഞാൻ ക്രിസ്തുവിൻ്റെ വേദപുസ്തകത്തിൻ്റെ ആശയങ്ങൾ ഞാൻ ഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ വായിക്കുന്നുണ്ടോ? ഞാൻ ധ്യാനിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക. നാം ആത്മീയരായി ജീവിക്കാൻ താല്പര്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ 17-ാമത്തെ വയസ്സിൽ ഒരു തീരുമാനമെടുത്തു എന്ന്. നിരാശപ്പെട്ടിരുന്ന ജീവിതം അന്ന് നിരാശ മാറി പ്രകാശവാനായി തീർന്നു. അന്ന് ഞാൻ വചനം കേട്ട് കർത്താവേ, ഇന്ന് തന്നെ നിൻ്റെ വക എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം അമ്മയും എൻ്റെ പെങ്ങളും, ഞങ്ങൾ 3 പേരേ എന്നുള്ളൂ, അമ്മയും എൻ്റെ പെങ്ങളും ഉറങ്ങിക്കഴിഞ്ഞു. ഞാൻ അവിടെ എഴുന്നേറ്റിരുന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ ഇത്രയും കാലം എങ്ങനെയാണ് ജീവിച്ചത്? പുറമേ പ്രകടമായ പാവത്തിലൊന്നും പോയില്ല, ഭാഗ്യം. പക്ഷേ കർത്താവേ, എൻ്റെ ചീത്ത ചിന്തകളുണ്ടായിരുന്നല്ലോ, ചിലരോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നല്ലോ, ചില മുൻകോപം ഉണ്ടായിരുന്നല്ലോ കർത്താവേ, ചിലരോട് അസൂയ ഉണ്ടായിരുന്നല്ലോ കർത്താവേ, ചിലരെക്കുറിച്ച് എനിക്ക് ചില ഇഷ്ടക്കുറവുകളും മുഷിലുകളും ഉണ്ടായിരുന്നല്ലോ. എൻ്റെ ദൈവമേ, എനിക്ക് തീർത്താൽ തീരാത്ത പകയുണ്ടായിരുന്നല്ലോ. ഇതെല്ലാം എൻ്റെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരുന്നു. ആരോട് അറിഞ്ഞില്ല താനും. നാഥാ, എങ്കിലും നീ അറിയുന്നല്ലോ. നാഥാ, ഇന്ന് ഈ ഹൃദയം നിനക്ക് തുറന്നു തരുന്നു. ഞാൻ വീണ്ടും പറഞ്ഞു, കർത്താവേ, പിന്നെയും ഞാൻ പറഞ്ഞു, ഞാൻ നിൻ്റെ വക, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. ഞാൻ ദൈവത്തോട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഭാഗ്യമെന്ന് പറയട്ടെ, അന്ന് എൻ്റെ നിരാശ മാറി. ഈ ഭൂമിയിൽ അപ്പനില്ലെങ്കിലും എനിക്ക് സ്വർഗത്തിൽ അപ്പനുണ്ടെന്ന് മനസ്സിലായി. ഭൂമിയിൽ അപ്പനില്ല. എന്നെ ലാളിക്കാൻ, എന്നെ ഓമനിക്കാൻ, എന്നെ താലോലിക്കാൻ, എനിക്ക് വാത്സല്യം പകർന്നു തരാൻ ഭൂമിയിൽ അപ്പനില്ല. എന്നാൽ എനിക്ക് ഒരപ്പനുണ്ട് സ്വർഗത്തിൽ. ഒരു നാൾ ഞാൻ ചെന്ന് അവനെ കാണും. അവൻ മുഖാമുഖമായി കാണും. മഹത്തരമായ തേജസ്സിൽ ഞാൻ അവനെ കാണും. ഞാൻ അവനെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന് ഞാൻ അന്ന് വീണ്ടും പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പിന്നീടുള്ള ഓരോ ദിവസവും സമാധാന ദിവസങ്ങളായിരുന്നു, സന്തോഷ ദിവസങ്ങളായിരുന്നു. ഞാൻ മാനസാന്തരപ്പെട്ടു, എൻ്റെ അമ്മ മാനസാന്തരപ്പെട്ടു, എൻ്റെ പെങ്ങൾ മാനസാന്തരപ്പെട്ടു. അതിനെല്ലാം ശേഷം പിന്നീട് ഞാൻ വിവാഹം കഴിച്ചപ്പോൾ ആലീസ് മാനസാന്തരപ്പെട്ടു, എൻ്റെ കുഞ്ഞുങ്ങൾ മാനസാന്തരപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. കുടുംബമാകെ മാനസാന്തരപ്പെട്ടൊരു കുടുംബമായി. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് നിങ്ങളുടെ അപേക്ഷയുണ്ട്, ഒരു എളിയ അപേക്ഷയുണ്ട്. നിങ്ങളുടെ കുടുംബം സ്വർഗമാകണം. നിങ്ങളുടെ കുടുംബത്തിൽ ശാന്തത വരണം. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം വരണം. നിങ്ങളുടെ കുടുംബം സ്വർഗമായി തീരണം. മകളെ, നിനക്ക് നിൻ്റെ കുടുംബത്തെ സ്വർഗമാക്കാൻ നിനക്ക് കഴിയും. നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. നീ വിചാരിച്ചാൽ നിൻ്റെ കുടുംബം സ്വർഗമാകും. മോളെ, നീ വിചാരിച്ചാൽ നിൻ്റെ ഭാവി ശോഭനമായി തീരും. നിൻ്റെ മാത്രമല്ല, നിൻ്റെ പ്രിയപ്പെട്ടവരുടെയും ഭാവി ശോഭനമായി തീരും. നിൻ്റെ ഭർത്താവ് ഇന്ന് മദ്യപിച്ച് ലക്ക് കെട്ട് കൂത്താടി വരികയാണെങ്കിലും, നിന്നെ ഉപദ്രവിക്കുകയാണെങ്കിലും, തലമുടിക്ക് പിടിച്ചിഴച്ച് നിന്നെ ചുമരിലേക്ക് തല ഇടിക്കുകയാണെങ്കിലും, മോളെ, നിനക്ക് ഒരു നല്ല ഭാവിയുണ്ട്. ഇതെല്ലാം നീ സഹിച്ചുകൊണ്ട്, നീ എല്ലാം കർത്താവിൽ വിശ്വസിച്ച് സഹിച്ചുകൊണ്ട് നിന്നാൽ കർത്താവിൻ്റെ അത്ഭുതകരമായ സ്വർഗീയ ശാന്തിയിലേക്ക് നിനക്ക് പറന്നെത്താൻ സാധിക്കും. യേശു വീണ്ടും വരുമ്പോൾ അവൻ സന്നിധിയിലേക്ക് പറന്നെത്താനുള്ളതായ കൃപ നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം.
ഇന്ന് അതിന് എന്താണ് വേണ്ടത്? അടയാളം വേണം, മുദ്ര വേണം, ക്രിസ്തുവിൻ്റെ മുദ്ര വേണം. ഏതാണ് മുദ്ര? തിരുരക്തത്തിൻ്റെ അടയാളം. പുറമേ കാണാനില്ല, നെറ്റിയിൽ അങ്ങനെ അടയാളം കാണാനില്ല. നെറ്റിയിൽ നോക്കിയാൽ തിരുരക്തത്തിൻ്റെ അടയാളമൊന്നും കാണാനില്ല. പക്ഷേ അദൃശ്യനായ ദൈവം അദൃശ്യമായ തൻ്റെ മുദ്ര തൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ ഇന്ന് മുദ്ര വെച്ച് അവിടുന്ന് അടയാളം തരും. നിങ്ങൾക്ക് വേണമോ അത്? ആ ഭാഗ്യം നിങ്ങൾക്ക് കിട്ടണമോ? ഇന്ന് അടയാളം ലഭിക്കുന്ന മഹാഭാഗ്യത്തിലേക്ക് നിങ്ങൾക്ക് വരണമോ? എങ്കിൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, എന്നെ നീ അനുഗ്രഹിക്കണമേ. ക്രിസ്തുവിൽ ജീവിക്കാനും ക്രിസ്തുവിൽ മരിക്കാനുമുള്ള സൗഭാഗ്യം എനിക്ക് തരണമേ. കർത്താവേ, നിൻ്റെ തിരുരക്തത്താൽ എന്നെ നീ കഴുകണമേ. നീ ക്രൂശിൽ ചൊരിഞ്ഞ തിരുരക്തത്താൽ എന്നെ നീ വെടിപ്പാക്കണമേ. ക്രൂശിൽ ചൊരിഞ്ഞ തിരുരക്തത്താൽ എൻ്റെ പാവക്കറകളെല്ലാം കഴുകി മാറ്റി എന്നെ ഒരു വിശുദ്ധ പൈതലാക്കി മാറ്റണമേ. നിന്നുള്ള ശരണം എനിക്ക് തരണമേ. നിന്നുള്ള ആശാബന്ധം എനിക്ക് തരണമേ. നിന്നുള്ളതായ ആശ്രയം എനിക്ക് തരണമേ. നാഥാ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നമുക്ക് നമ്മുടെ തലകളെ ഉണക്കാം, നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ ഞാൻ നിന്നെ മനുഷ്യയെ പിടിക്കുന്നതിനാക്കും. ഇന്നു മുതൽ തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാർ. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയും, ദൈവത്തെ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നു മുതൽ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്നു മുതൽ അനുഗ്രഹത്തിലെ ദിവസങ്ങളാണ്. ഹല്ലേലൂയ. ഇന്നു മുതൽ സമാധാനത്തിൻ്റെ ദിവസങ്ങളാണ്. ഇന്നു മുതൽ വഴക്കുകൾ മാറുന്നു, പിണക്കം മാറുന്നു, വൈരാഗ്യം മാറുന്നു, പകയും വിദ്വേഷവും മാറുന്നു, അശുദ്ധ ചിന്തകൾ മാറുന്നു, അശുദ്ധ ജീവിതം മാറുന്നു, തിന്മയായ ശീലങ്ങൾ മാറുന്നു. എല്ലാ തിന്മകളോട് യാത്ര പറയുന്നു. ഇന്നു മുതൽ ഒരു പുതിയ സൃഷ്ടിയായിത്തീരുന്നു. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നതിനാകും. ഇന്നു മുതൽ എല്ലാ തലമുറകളും എൻ്റെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാർ. അതേ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി വരെ പിന്തുടരുന്നു. ഇന്നു മുതലുള്ള ഈ അനുഗ്രഹത്തിന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ പറയൂ, കർത്താവിനോട്, കർത്താവേ, എന്നെ നീ അനുഗ്രഹിക്കണമേ എന്ന്. യേശുവേ, എന്നെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയൂ. എൻ്റെ യേശുവേ, ഇന്ന് നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. യേശുവേ, ഇതിൻ്റെ തൃക്കരം എൻ്റെ തലമേൽ വെക്കണമേ എന്ന്. നിൻ്റെ ആണിപ്പാടുടെ കരം എൻ്റെ തലമേൽ വെച്ച് എൻ്റെ പാവക്കറകളൊക്കെയും കഴുകണമേ എന്ന്. എത്ര കൊടുങ്കുറു പാതകമുണ്ടെങ്കിലും എല്ലാം കഴുകിത്തരുന്ന ക്രൂശിലെ സ്നേഹം ഇപ്പോൾ എന്നെ കഴുകണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ അരികത്ത് വന്നിട്ടുണ്ട്, അരികത്ത് നിൽക്കുന്നുണ്ട്. യേശുവിനോട് നിങ്ങൾ വാക്ക് പറയൂ. യേശുവേ, ഇന്നു മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. എൻ്റെ യേശുവേ, നീ എനിക്കൊരു ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മഹത്വപൂർണ്ണമായ സുദിനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കേൾപ്പിച്ച വചനങ്ങൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നാഥാ, തീരുമാനമെടുത്തവരുടെ മേൽ തൃക്കരം വെക്കണമേ. നിൻ്റെ മുദ്ര ചാർത്തണമേ. നിൻ്റെ കുരിശടയാളം ചാർത്തണമേ. നെറ്റിയിൽ തിരുരക്തം കൊണ്ട് കുരിശടയാളിട്ട് എല്ലാവരെയും വേർതിരിക്കണമേ. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന മഹാസൗഭാഗ്യത്തിലേക്ക് എല്ലാവരെയും അണയ്ക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. അടുത്ത രണ്ടാമത്തവരെ വേണ്ടി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കേൾക്കണം പിതാവേ. ആമീൻ.